പൂജയ്ക്ക് ഒരുങ്ങി സന്നിധാനം. അവധി ദിവസങ്ങൾ കൂടി തുടങ്ങിയതോടെ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 18-ാം പടി കയറിയത് പോലീസിന്റെ കണക്ക് പ്രകാരം 96,348 പേരാണ്. ഇന്നും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ പലയിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. CB അനുമോദ് ചേരുന്നു സന്നിധാനത്ത് നിന്ന്. അനുമോദ്, വലിയ ഭക്തരുടെ ഒരു നീണ്ട തിരക്ക് തന്നെ, വലിയ തിരക്ക് തന്നെ പ്രകടമാണല്ലോ. ഇന്ന് ശനിയാണ്, നാളെ ഞായർ, ഇനി അവധി ദിവസങ്ങൾ വരുന്നു. സ്വാഭാവികമായും തിരക്ക് കൂടി തന്നെ നിൽക്കും. എൽദോ, കഴിഞ്ഞ ദിവസം 96,000 പേർ, അതിന് മുൻപത്തെ ദിവസം 95,000 പേർ. ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും അയ്യപ്പന്മാരുടെ ഒഴുക്ക് എന്ന് തന്നെ വേണം കരുതാൻ. എൽദോ പറഞ്ഞതുപോലെ അവധി ദിവസങ്ങൾ തുടങ്ങി, ക്രിസ്മസ് അവധി തുടങ്ങിക്കഴിഞ്ഞു. അതിനു പുറമെ മണ്ഡലപൂജയുടെ ഒരു തിരക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു തിരക്ക് ഇവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ന് തന്നെ വേണം കരുതാൻ. രണ്ട് കാര്യങ്ങളാണ് അയ്യപ്പന്മാർ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പമ്പ മുതൽ സന്നിധാനം വരെ എന്ത് തന്നെയാണെങ്കിലും 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. പലയിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പാച്ചിമേട്, ഇപ്പോൾ രാവിലെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ അപ്പാച്ചിമേട് മുതൽ അരി നിർത്തിയാണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. വലിയ തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിലേക്കുള്ള വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് മണിക്കൂറിൽ 4,000 പേരെ വെച്ച് 18-ാം പടി കയറ്റുന്നുണ്ട്. അതൊരു പരമാവധി വേഗതയാണ്. പക്ഷേ ആ ഒരു തിരക്കിൽ, ആ ഒരു വേഗത്തിൽ അയ്യപ്പന്മാരെ കയറ്റിവിട്ടാൽ പോലും ഇവിടെ ഒരു ദിവസം 85,000-90,000 പേരെയൊക്കെയാണ് പരമാവധി വേഗത്തിൽ ദർശനത്തിന് സാധിക്കുകയുള്ളൂ. അതിലും അധികം ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാത്തു നിൽക്കേണ്ട സാഹചര്യം. സന്നിധാനത്തു നിന്നും അയ്യപ്പന്മാരെ താഴേക്ക് ഇറങ്ങുന്നൊരു വേഗത കണക്കാക്കിയാണ്, അല്ലെങ്കിൽ എണ്ണം കണക്കാക്കിയാണ് പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. അപ്പോൾ രാവിലെയൊക്കെ സ്വാഭാവികമായിട്ടും ഒരുപാട് സമയം പമ്പയിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെ ഇപ്പോഴുണ്ട്. വരും ദിവസങ്ങളിലും ഈ ഒരു തിരക്ക് ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. നമുക്ക് അയ്യപ്പന്മാരോട് ചോദിക്കാം. സ്വാമി, എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് പോയി. ഇന്നലെ 9 മണി കയറി. തിരക്കാണ്. ശബരിമലയിൽ അവിടെ വലിയ തിരക്കുണ്ട്. അവധി ദിവസമാണ്. ഇന്നലെ തന്നെ 96,000-ലേറെ പേർ 18-ാം പടി കയറി. ഇന്ന് ശനി, ഞായർ, നാളെ മറ്റന്നാൾ അവധി ദിവസങ്ങൾ ആരംഭിച്ചു. ഒരുപാട് തീർത്ഥാടകർ അങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്തുനിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു CB അനുമോദ്. എന്നാണെങ്കിലും സന്നിധാനത്തെ തിരക്കിന്റെ കാഴ്ച, തീർത്ഥാടകരുടെ പ്രവാഹം അത് തുടരുകയാണ്. അനുമോദ്, ആദ്യം സംസാരിച്ചപ്പോൾ ചെറിയൊരു ശബ്ദത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ തീർത്ഥാടകരായ സ്വാമിമാരെന്താണ് പറയുന്നത്? അവർക്ക് സുഗമമായിട്ട് തന്നെ ഈ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണോ അവരുടെ അഭിപ്രായം? നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, എവിടുന്ന ദർശനം കഴിഞ്ഞോ? ദർശനം പോണം, കാണാൻ പോണം. എത്ര നേരം കാത്തിരിക്കേണ്ടി? ഇല്ല, നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ കയറിയതാണ്. അതെ, ബംഗളൂർ. 4 hours. பம்பால 9 o'clock கிளம்பணும். இப்பதான் வந்திருக்கோம் பாக்குறதுக்கு. ஆமா, நைட் 9 o'clock பம்பையில இருந்து. ஆமா. அப்பா, எப்படி இருக்கு குழந்தைக்கு? எப்படி இருக்கு? நீ கஷ்டமா இருக்கா? தண்ணி, பிஸ்கட் எல்லாமே கிடைச்சதா? எங்க எல்லாம் வெயிட் பண்ணுது? இங்க സരംകുത്തിയിലും. സ്വാമി, എവിടുന്ന് വരുന്നത്? കണ്ണൂർ. കണ്ണൂരിന്ന്. അല്ല, ഇന്ന് രാവിലെ കയറി. എത്ര മണിക്ക് കയറി? ഒരു 4 മണി അങ്ങനെ. 4 മണിക്ക്. വലിയ തിരക്ക്, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല? ഇല്ല. കർണാടക. അല്ല, 10 hours. 10 hours. My mother. How do you feel now? It's good. No. It's not okay. Already it's okay. You expected this rush? Yes, sir. അയ്യപ്പന്മാരൊക്കെ പലയിടത്തും. ഞങ്ങൾ 7 ദിവസമായി നടക്കൽ തുടങ്ങിയിട്ട്. ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തി, വെള്ളത്തോട് നഗർ പഞ്ചായത്ത്, ഷൊർണൂരിനടുത്ത്. 7 ദിവസമായി നടന്നു വരുന്നവരാണ്. ഒരു സൗകര്യം ഇവിടെ ചെയ്യില്ല. 6 ആളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ടുള്ളൂ. അല്ല, 6 ആളുണ്ട്. അതിൽ ഒരാൾ ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ദർശനം കിട്ടിയില്ല. അവരിപ്പോ എവിടെയെന്നുള്ള ഒരു പിടിയില്ല. ഇന്നലെ രാത്രിയിൽ കിടക്കൽ തുടങ്ങിയതാണ്. 9 മണിക്ക്.
നടന്ന് നടന്നെത്തിയ ഒരു അയ്യപ്പനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സ്വാമി എവിടുന്ന് വരുന്നു? സ്വാമി ഇവിടെ കോഴിക്കോട് ദർശനത്തിന് പോവുകയാണ്. പൂജ കഴിഞ്ഞിപ്പോൾ നട തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അയ്യപ്പന്മാരെ ഇപ്പോൾ ഈ നിയന്ത്രിച്ചിരിക്കുന്നത് പൂജയുടെ ഭാഗമായിട്ട് നട അടച്ചതുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നട തുറന്നു കഴിഞ്ഞു, ഇവർക്കൊന്ന് സുഖമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ആ സമയത്ത് ഇവരോട് പ്രതികരണം ചോദിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ്. അവരുടെ ഏക ലക്ഷ്യം ഇവിടെ വന്ന് അയ്യനെ ദർശിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ മണിക്കൂറുകൾ കാത്തു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പന്മാര് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടു തന്നെ വേണം വരാൻ. മറ്റ് ഒരു കാര്യം കൂടിയുണ്ട് എൽദോ, ഇതിപ്പോൾ ദേവസ്വത്തിന്റെ കർപ്പൂരാഴി ചടങ്ങ് ഘോഷയാത്ര കൂടിയുണ്ട്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇന്നലെ പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ദേവസ്വത്തിന്റെ കർപ്പൂരാഴി നടക്കുന്നത്. അതേപോലെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. ശരി അനുമോദ്, എന്നാലും പോലീസ് സേനയുടെ കർപ്പൂരാഴി ഘോഷയാത്രയിലേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കർപ്പൂരാഴി നടന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ഇന്നലെ വൈകിട്ട് 6:35 കൊടിമരത്തിന് താഴെ ക്ഷേത്രം തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും ശബരിമല മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്ന് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് അയ്യപ്പന്റെയും ദേവതകളുടെയും കാവടിയാട്ടത്തിന്റെയും വിളക്കാട്ടത്തിന്റെയും മയിലാട്ടത്തിന്റെയും അകമ്പടിയോടെ നീങ്ങിയ കർപ്പൂരാഴി ഘോഷയാത്ര മാളികപ്പുറം ക്ഷേത്രസന്നിധിയിലും തുടർന്ന് നടപ്പന്തലിൽ വലം വെച്ച് 18-ാം പടിക്ക് താഴെ സമാപിച്ചു.